ഡെന്റിസ്റ്റിനെ കാണിക്കണം. അങ്ങനെ പറഞ്ഞ ഡെന്റിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിട്ട് എത്തിക്കാണ് കേട്ടോ. കൊറേ പ്രാവശ്യം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പിന്നെ എന്റെ ഒരു പല്ല് പറിക്കാൻ മാത്രമാണ് കേട്ടോ ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഇരുന്ന് കൊടുത്തിരിക്കുന്നത്. എന്റെ മറ്റേ യൂട്യൂബ് ചാനൽ തപ്പിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. കാരണം സനുവിന്റെ പല്ല് എപ്പോഴും പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ഒറ്റയ്ക്കായിക്കൂടെ വീട്ടിലുണ്ടാവുക. കാരണം ലീവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇവർ പോവാറുള്ളൂ. അത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ പോവാറുണ്ട്. അല്ലാണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ദിവസം എന്റെ ഒരു പല്ല് പറിക്കാൻ വേണ്ടിട്ട് കുറേ ദിവസങ്ങളുടെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം മാസങ്ങളായി കാണൂല്ലേ? അല്ല അതെങ്ങനെ നിങ്ങൾക്കറിയാം? സോറി അപ്പൊ നമ്മളിതൊക്കെ ഇരുന്ന് കൊടുത്തിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഗ്ലോബ്സൊക്കെ പോയാവൂല്ലേ? എനിക്ക് അതേപോലെ ആയിരുന്നു. നമ്മളാണെങ്കിൽ പല്ല് പറിക്കാൻ മാത്രല്ല അവിടെ ഇരുന്നിട്ടുള്ളൂ. ആദ്യമായിട്ടല്ലേ ഇപ്പൊ നമ്മള് ഇങ്ങനെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം ചെന്നപ്പോഴാണ് ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ എന്നിട്ട് വാങ്ങി കുഞ്ഞിലേക്ക് വരുന്നുണ്ടോ അതെന്താ ചെയ്യുന്നല്ലോ പല്ല് ഓണ്ടടക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ. എന്റെ വായനാണെങ്കിലോ ഓട്ടയിലത്തെ പല്ല് വെറും യാദൃശികം മാത്രം. പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ അണപ്പല്ലുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചെറു ബാക്കിന്റെ സൈഡിലായോണ്ട് തന്നെ അതിന്റെ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്നെന്തോ കറുപ്പ് കളർ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോ അത് പുഴുപ്പല്ലായിരിക്കാം, എനിക്കറിയത്തില്ല കേട്ടോ. പുഴുപ്പല്ലെല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തേ, എനിക്കറിയാത്തോണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പൊ അതെനിക്ക് വായ തുറന്ന് വെച്ച് എനിക്ക് മടുത്തു. കൊറേ നേരം വായ തുറന്ന് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് മടുക്കൂല്ലേ? അതേപോലെ തന്നെയായിരുന്നു എനിക്ക് കൊറേ നേരം ഇങ്ങോട്ടൊക്കെ നോക്കായിരുന്നു കേട്ടോ. വായ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അതൊക്കെ ചെയ്യല്ലേ ഗൈസ്. പിന്നെ മണിക്കൂർ എത്തിക്കുന്നു തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ബൈ ബൈ.